പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് ക്ഷമിക്കൂ, വീഡിയോയിൽ ഒരു എരപ്പ് പോലെ തോന്നുന്നുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ശനിയാഴ്ചത്തെ രാവിലത്തെ വിശേഷങ്ങളാണ്. ശനിയാഴ്ച നേരത്തെ എഴുന്നേറ്റു. മോന് സ്കൂളിൽ പോകണ്ട, എന്നാലും ഒരു 4 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി നേരെ അടുക്കളയിലോട്ട് ഇഡ്ഡലിയും സാമ്പാറുമാണ് രാവിലത്തേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ ഇന്നലെ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് കേട്ടോ. സാമ്പാർ പൊടി, പരിപ്പ്, കഷ്ണം, വെള്ളം, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഒരുമിച്ചാണ് കേട്ടോ അടുപ്പിൽ വെക്കുന്നത്. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ ഇത് പാചകത്തിന് കയറിയത് വേറൊന്നുമല്ല, ഇന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊന്ന് പോകണം. ഒരു 2-3 മാസമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് അങ്ങോട്ടൊന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ വന്നിട്ട് വേണം ചേട്ടന് ജോലിക്ക് പോകാൻ. അതുകൊണ്ടാണ് രാവിലെ പോകുന്നത്. ഒരു 5 മണിയൊക്കെ കഴിയുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ വന്നിട്ട് കഴിക്കാൻ പിന്നെ അന്നേരം ധൃതി പിടിക്കണ്ടല്ലോ, നമ്മൾ ചെയ്ത് വെച്ചിട്ട് പോയാൽ. അതുകൊണ്ടാണ്. അപ്പോൾ സാമ്പാർ വിസിലൊക്കെ വന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി എടുത്ത് വെച്ചിട്ട് വന്നു. അപ്പോൾ ഇഡ്ഡലി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് പോയി കുളിച്ചിട്ട് വന്ന് വീണ്ടും ഇത് ചെയ്യുമ്പം മുഷിയും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കുളി കഴിഞ്ഞു. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഷോ ഓഫാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളൊരു 5:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കഴക്കൂട്ടമാണ്, കുറച്ച് വാഹനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ കുറേ നാളായിട്ട് സ്ഥിരമായിട്ട് ഞാൻ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഈ സമയത്തൊന്നും അല്ല പോകുന്നത്. മോനൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് അതൊന്ന് മുടങ്ങിപ്പോയായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. എയർപോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോകുന്നത്. മുമ്പ് പോയിട്ടുള്ളത് വൈകുന്നേരം ഒരു 7 മണി സമയത്തൊക്കെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ രാവിലെ ഒരു 8 മണിക്ക് ശേഷമൊക്കെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് പോയാൽ ഒരു നല്ല ഒരു വൈബല്ലേ, എനിക്കിഷ്ടമാണ്. അല്ലെങ്കിലും വെളുപ്പിനെ തന്നെ എല്ലാ അമ്പലത്തിലും അങ്ങനെ പോകുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. വെസ്റ്റ് നടയാണ് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് എവിടെയാണ്? എന്നെ കാണാമോ? ഇരുട്ടത്തിനെ കാണാൻ ഒക്കുന്നില്ലല്ലേ. അപ്പോൾ നമ്മളെത്തി. ഇവിടെ വരെ വീഡിയോ അലൗഡ് ആയിട്ടുള്ളൂ കേട്ടോ. ഫോട്ടോസ്, വീഡിയോസ് ഒന്നും അങ്ങോട്ട് അലൗഡ് അല്ല. അപ്പം നമ്മൾ ഇവിടെ വെച്ച് വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നു ഇവിടുത്തെ. പിന്നെ ക്ലോക്ക് റൂമിൽ ഫോണൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തു ഫോണ്. എന്നിട്ട് ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനല്ലേ ഇവിടെ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് തൊഴുതിറങ്ങി ഒരു 7:30 ആയിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. രാവിലെ ഇവരെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതുകൊണ്ട് വന്ന് വേഗം കഴിച്ചിട്ട് ചേട്ടൻ ജോലിക്ക് പോയി. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാന്താരി ഇന്നലെയും ഞാൻ നോക്കി വെച്ചതാണ്, ഇത് പറിച്ചെടുക്കണമെന്ന്. ഇതിപ്പോൾ ഒന്നും കൂടെ പോയി നോക്കുന്നുണ്ട്. അപ്പം മൊത്തവും പഴുത്ത് നിൽക്കുക. ഇനി കിളിയൊക്കെ കണ്ടാൽ അത് കൊത്തിക്കൊണ്ട് പോകും. അപ്പം നമുക്കതൊന്ന് പറിച്ച് വെക്കണം. അപ്പോൾ മീനൊക്കെ കിട്ടിയായിരുന്നേ. അപ്പോൾ അത് കുറച്ച് കറി വയ്ക്കാം. തേങ്ങ ചേർക്കാതെ കേട്ടോ ഇന്ന് കറി വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഏട്ടന് തേങ്ങ ചേർക്കാതെ വയ്ക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ വയ്ക്കും. അപ്പോൾ ഇന്നിപ്പോൾ തേങ്ങ ചേർക്കാതെ കേട്ടോ വയ്ക്കുന്നത്. 3-4 എണ്ണം വറുക്കാം. മീൻകറിയൊക്കെ വയ്ക്കുന്നത് എളുപ്പ പരിപാടിയാണല്ലോ. അപ്പോൾ മീൻകറിയൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ തൂകിയപ്പോൾ കറിയൊക്കെ റെഡിയായി. അയല കൊഴുവയും അയലയുമാണ് കേട്ടോ, രണ്ടും കൂടി മിക്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് മാത്രം പോരല്ലോ, എന്തെങ്കിലും ഒരു വെജിറ്റേറിയൻ ഡിഷും കൂടെ വേണമല്ലോ. അപ്പോൾ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് മാത്രമേ ഫ്രിഡ്ജിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് തട്ടിക്കൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി. പാത്രം, മീൻ പൊരിച്ചെടുത്ത പാത്രമൊക്കെ അപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് എളുപ്പം കഴുകിയെടുക്കാമല്ലോ.
അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവിടെ വന്നിരുന്നപ്പോൾ അച്ചു എന്നെ ഒരു സിനിമ കാണിച്ചു തരാം അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് ഞാനും അവനും കൂടെ അവിടെ ഇരുന്ന് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഓരോ സീൻ വരുമ്പോഴും ഇങ്ങനെ പറഞ്ഞൊക്കെ തരും കേട്ടോ, അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ തരും. പിന്നെ എന്താ പറയുക, നമ്മൾ മക്കളുടെ അടുത്തിരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അവനെനിക്ക് ഉമ്മയൊക്കെ തരുന്നുണ്ട്, ഞാൻ അവന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്, വേറൊന്നുമല്ല. അവനും അത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ കെട്ടിപ്പിടിക്കുകയും അതൊക്കെ, അങ്ങനെ കൊച്ചിലെ തൊട്ടേ ഞാനങ്ങനെ അവനോട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവനത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്കത് മനസ്സിലായ കാര്യമാണ് കേട്ടോ. അവനത് നമ്മൾ അങ്ങനെ ചേർത്ത് പിടിക്കുന്നു, കൊഞ്ചിക്കുന്നതൊക്കെ അവന് വലിയൊരു ഭയങ്കര ഇഷ്ടമാണ്. അവനത് എൻജോയ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളർന്നു പോയി. എൻ്റെ മോന് 12 വയസ്സാണ് കേട്ടോ. അപ്പോൾ അവന് വളർന്നു പോയി, വലിയ കുട്ടിയായിപ്പോയി എന്ന് പറഞ്ഞിട്ടൊന്നും ഞാനതിലൊന്നും അങ്ങനെ മാറ്റി നിർത്തത്തൊന്നുമില്ല കേട്ടോ. നമ്മൾ കൊടുക്കേണ്ട പ്രൈവസിയൊക്കെ കൊടുക്കണം, നമ്മൾ ആ ഒരു രീതിയിലൊക്കെ പോകണം. എന്നാലും എനിക്കിങ്ങനെ എൻ്റെ കുഞ്ഞിനെ തൊട്ടും തലോടിയൊക്കെ എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ തൊടത്തില്ല, പ്രത്യേകിച്ചും ആൺകുട്ടികളെ. അവരെ തൊടില്ല, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കില്ല, അവർക്കൊരു ഉമ്മ കൊടുക്കില്ല, അങ്ങ് ദൂരെ മാറ്റി നിർത്തുന്നത് പോലെ എന്തൊക്കെയോ നിബന്ധനകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, നീ ആൺകുട്ടിയാണ്, വളർന്നു എന്നുള്ള രീതിയിൽ അത് കാണിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനെന്തോ അങ്ങനെയല്ല. അപ്പം 1-2 പേരെ ഫോൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ചൂട് കാരണം കേട്ടോ തറയിൽ കിടക്കുന്നത്, നല്ല ചൂടാണ്, അതുകൊണ്ടാണ് കേട്ടോ തറയിൽ കിടക്കുന്നത്. പിന്നെ ഈ കാന്താരിയൊക്കെ പറിച്ചെടുത്തോണ്ടൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ, എൻ്റെ മോന് എനിക്ക് ഏറ്റവും കൂടുതൽ, ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയട്ടെ, ഏറ്റവും കൂടുതൽ ഞാൻ ഒന്ന് വിഷമിച്ച് കരയുമ്പോഴോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴോ ഒക്കെ ഏറ്റവും കൂടുതൽ എന്നെ ചേർത്ത് പിടിക്കുന്നത് എൻ്റെ മോൻ തന്നെയാണ്. അതിനപ്പുറത്ത് എനിക്ക് വേറെ ആരും അത്രയും എന്നെ മനസ്സിലാക്കുന്നില്ല. എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മോനാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതും. സാരമില്ല അമ്മേ, ഞാൻ പറയാതെ തന്നെ അവനെ മനസ്സിലാവും എൻ്റെ വിഷമം. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം എനിക്കുണ്ട്. അപ്പോൾ ഞാനവനെ അങ്ങനെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മോനെ എനിക്ക്, എല്ലാ അമ്മമാർക്കും അവരവരുടെ മക്കൾ വളരെ വലുതാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, എന്തോ അവൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, നല്ലോണം അറിയുന്നുണ്ട്. വിഷമിച്ചിരിക്കുമ്പോൾ അവൻ ഉറപ്പായിട്ടും അങ്ങനെ അല്ല അമ്മ വിഷമിക്കാതെ ശരിയാവുമെന്ന് പറഞ്ഞ് വല്ലാത്തൊരു ഊർജ്ജമാണ് എനിക്ക് അവൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞു, അവൻ ട്യൂഷന് പോയി. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്നുവട കഴിക്കാനൊരു കൊതി. അപ്പം ഞാൻ വിചാരിച്ചു കടയിൽ നിന്ന് വാങ്ങണ്ട, ഉണ്ടാക്കാം. അത്രയ്ക്ക് പെർഫെക്റ്റൊന്നും അല്ല, ഷേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, എന്നാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടെസ്റ്റർ ഏട്ടനാണ് കേട്ടോ. ഏട്ടൻ കഴിച്ചിട്ട് പറഞ്ഞു നന്നായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ നമുക്കതിലും വലിയൊരു കാര്യമില്ലല്ലോ. അപ്പോൾ മോൻ വരുമ്പോഴത്തേക്കും ആക്കിയേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഉഴുന്നുവടയ്ക്ക് ഒരു ചമ്മന്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത എണ്ണയൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ഞാൻ വളരെ കുറച്ച് എണ്ണ എടുത്തുള്ളൂ, കാര്യം ഇത് ഉപയോഗിച്ചിട്ട് പിന്നെ വെച്ചിരുന്ന് എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എണ്ണ ഒഴിച്ചുള്ളൂ, അത് കറക്റ്റായിരുന്നേ. അപ്പോൾ ഇതാ ഉഴുന്നുവടയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. മോൻ വന്നു, ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചു. അപ്പോൾ അനീഷേട്ടൻ എന്ന് വരുന്നുണ്ട് കേട്ടോ. അനീഷേട്ടനൊക്കെ ഉള്ളടത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കഴിച്ചിട്ട് നമ്മുടെ പോത്തന്മാരുടെയൊക്കെ ജോലികൾ പരിപാലനമൊക്കെ കഴിഞ്ഞിരുന്നപ്പോൾ ഭയങ്കര മഴയെന്ന് വെച്ചാൽ അതിശക്തമായ മഴ. പയ്യെ തുടങ്ങിയതാണ്, അങ്ങനെ പയ്യനെ തുടങ്ങി നല്ല മഴ. നിങ്ങളുടെ അവിടെയൊക്കെ മഴ പെയ്തോ? ഏതായാലും ഇവിടെ തകർത്ത് പെയ്തു എന്ന് പറഞ്ഞാൽ പെയ്ത് തീർന്നിട്ടൊന്നുമില്ല, പെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരം നല്ല ഇരുട്ടിയപ്പോൾ നമ്മുടെ മുല്ലയൊക്കെ മുട്ടിട്ട് സുന്ദരിയായി മഴ നനഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.